രാവിലെ നമ്മളെല്ലാം ഇവിടെ എന്തിനാണ് ഇവിടെ ഇങ്ങനെ കാത്തിരിക്കണെന്ന് വെച്ചാൽ വേറൊന്നുമില്ല, മീൻ പിടിക്കാനായിട്ടാണ് സംഭവം. ഞാൻ എങ്ങനെയാണ് ഇവരുടെ ടീമിലോട്ട് കയറി പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വെളുപ്പിന് ഞാൻ കോളം ബീച്ചിൽ നിന്ന് കുറച്ച് വീഡിയോസ് എടുക്കാനായിട്ടാണ് ഞാൻ വന്നത്. അങ്ങനെയാണ് ഞാൻ അറിയണം ഇവരെല്ലാവരും മീൻ പിടിക്കാനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് പോയി ചോദിച്ച് ഞാനിവിടെ നിങ്ങളെ കൂടെ കൂടിക്കോട്ടാന്ന് വെച്ചാൽ അങ്ങനെ അവർ പറഞ്ഞു നീയും ധൈര്യമായിട്ട് കൂടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ മീൻ പിടിക്കാനായിട്ട് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ മീൻ പിടിക്കാനായിട്ട് നിന്നപ്പോഴാണ് ഒരു കൊച്ചു തിരമാല കൊണ്ടുവന്ന് ഒരു കുട്ടി മീനെ കൊണ്ട് കടപ്പുറത്തോട്ട് അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങനെ അപ്പോഴേ ഞാൻ ഓടിപ്പോയി എടുത്ത് നോക്കിയപ്പോൾ ഒരു കൊച്ചു ചാളക്കുഞ്ഞാണ് കേട്ടോ. ആ ചാളക്കുഞ്ഞിനെ എടുത്ത് വീണ്ടും നമ്മൾ കടലിലോട്ട് അങ്ങോട്ട് ഇട്ടിട സംഭവം. എല്ലാത്തിനും ഒരു എത്തിക്സ് വേണമല്ലോ. അങ്ങനെ നമുക്ക് മീൻ പിടിക്കാനുള്ള സമയത്ത് നമ്മളെല്ലാം കൂടെ ചേർന്ന് അങ്ങോട്ട് കയറങ്ങോട്ട് വലിക്കാനായിട്ട് തുടങ്ങിയിട്ട. കടലിൻ്റെ അങ്ങേറ്റമാണ് നമ്മൾ വലയിട്ടിരിക്കണം. അങ്ങേറ്റത്ത് നിന്ന് ഇങ്ങേറ്റം വരെ നമ്മൾ കയറ് നല്ലോണം വലിച്ചാൽ മാത്രമേ മീൻ കരയിലോട്ട് എത്തുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഐലസ എന്നൊക്കെ വിളിച്ച് കരയിലോട്ട് വലയിനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അത്ര എളുപ്പമുള്ള പണിയല്ല കേട്ടോ ഈ കയറ് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ കൈ ഉണ്ടല്ലോ അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ ഞാൻ ഒന്ന് നോക്കി കേട്ടോ, ചുമന്ന് തൊടുത്ത് പൊട്ടാറായിട്ടോ. ഇവരെ സമ്മതിച്ചിട്ട് ഡെയിലി ഒന്ന് കടപ്പുറത്തുനിന്ന് ഈ കയറ് വലിക്കണവരെയൊക്കെ സമ്മതിച്ച് തന്നെ കൊടുക്കണം കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ രണ്ട് ടീമായിട്ട് അങ്ങോട്ട് മാറി കേട്ടോ. കുറച്ച് പേര് ഇടത്തോട്ടും പോയി, കുറച്ച് പേര് വലത്തോട്ടും പോയി. അത് എന്തിനാണെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം തന്നെ മനസ്സിലായിട്ടോ. ഞാൻ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് രണ്ട് ടീമായിട്ട് മാറിയിരിക്കുന്നത്. നിങ്ങൾ കണ്ട കുറച്ച് പേര് ലെഫ്റ്റ് സൈഡും കുറച്ച് പേര് റൈറ്റ് സൈഡിലുമായിട്ട് നിൽക്കണം. അങ്ങനെ നമ്മൾ ചേർന്ന് അങ്ങോട്ട് വലിക്കാനായിട്ട് തുടങ്ങണം. എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ. രണ്ട് ടീമായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കരയിലോട്ട് വലനെ അടുപ്പിക്കാനായിട്ട് പറ്റിയിട്ട് അങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മളെ മീനെ തിന്നുകൊണ്ട് പോകാനായിട്ട് കുറേ കാക്കയും പരുന്തും എല്ലാം കൂടെ വന്നിട്ട് അങ്ങനെ നമ്മൾ കുറേ നേരം കഷ്ടപ്പാടിന് ശേഷം അങ്ങനെ നമ്മൾ കരയിലോട്ട് മീൻ അങ്ങോട്ട് എത്തിച്ചിട്ടാണ്. മീൻ എത്തിച്ചപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിനെ കാട്ടി ഒരു ലോഡ് മീൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും മീനൊക്കെ ഒരുമിച്ച് പിടിക്കുന്നുണ്ട്. പിന്നെ നാട്ടിലൊക്കെ കുറച്ച് ചൂണ്ടയൊക്കെ എടുത്തുകൊണ്ടുപോയി 3-4 മീനെ പിടിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും മീനെ ഞാൻ ഒരുമിച്ച് കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ. സംഭവം ഇവിടുത്തെ മനുഷ്യരെ കുറിച്ച് പറയുകയാണെങ്കിൽ മോനെ ഇത്ര സ്നേഹമുള്ള മനുഷ്യർ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവരെൻ്റെ അടുത്ത് പറഞ്ഞ് നിനക്ക് എത്ര മീൻ വേണമെങ്കിലും ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പൊയ്ക്കോളാൻ പറഞ്ഞിട്ടോ. പിന്നെ ഞാനാണ് പറഞ്ഞ വേണ്ടെന്ന് കേട്ടോ.